ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. സോ നമ്മളിപ്പോൾ കുറേ നാളുകളായി കണ്ടിട്ട് എനിക്കിടയ്ക്ക് കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസൊക്കെ വന്നിരുന്നു. ആൻഡ് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ആകെ സീനായിട്ടിരിക്കുമായിരുന്നു. ആൻഡ് ത്രോട്ട് ഇപ്പോഴും ഫുള്ളി ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ 2026 സ്റ്റാർട്ട് ആയതിനു ശേഷം ഇപ്പോൾ ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അടുത്ത ഒരു എക്സാം സൈക്കിൾ കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പുതിയ IBPS കലണ്ടർ റിലീസായി. അതൊക്കെ കൊണ്ടാണെന്നാൽ എത്രയും പെട്ടെന്നൊരു വീഡിയോ ചെയ്തേക്കാമെന്ന് ഞാൻ കരുതിയത്. സോ സോറി ഫോർ മൈ സോർ ത്രോട്ട്. സോ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബാങ്ക് എക്സാംസ്, അതായത് മുൻപ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എക്സാംസ് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണോ ഉള്ളത്, എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യണം, ഇതൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അറിയാമായിരിക്കും. ബട്ട് ഈ ഒരു ഫീൽഡിലോട്ട് പുതുതായിട്ട് വരുന്നവർ, എസ്പെഷ്യലി മലയാളീസിന് ഉള്ളൊരു ഡൗട്ടാണ്. കാരണം മിക്ക കാര്യങ്ങളും ഹിന്ദി വീഡിയോസിലാണ് കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ മലയാളികൾക്ക് പൊതുവേ ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോസൊക്കെ കിട്ടുന്നത് വളരെ റെയറായിട്ടാണ്. സോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാങ്ക് എക്സാംസ് 2026 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് IBPSൻ്റെ പുതിയ കലണ്ടർ റിലീസായിട്ടുണ്ട്. സോ ഓഗസ്റ്റ് മുതലായിരിക്കും നമ്മളുടെ എക്സാം സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇപ്പോൾ ജാനുവരി അല്ലേ ആയുള്ളൂ, ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാം, ഓഗസ്റ്റ് വരെ ടൈം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പഠിച്ച് തുടങ്ങാമെന്ന്. പക്ഷേ അല്ല, ഓഗസ്റ്റ് മുതൽ പിന്നെ ഒരു കണ്ടിന്യൂസ് സൈക്കിളായിരിക്കും. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇത് വരെ എന്തായിരിക്കും, പ്രിലിംസ് മെയിൻസ് ഇങ്ങനെ മാറി മാറിയുള്ള ഒരു ജേണി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് പഴയ കാര്യങ്ങൾ റിവൈസ് ചെയ്യാനോ അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനോ പുതുതായിട്ട് പഠിക്കാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ടൈം, ഈ ഒരു ജാൻ മുതൽ കിട്ടുന്ന ടൈം ഏറ്റവും കൂടുതൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ബാക്കിയുള്ള പ്രിപ്പറേഷൻ ആ ഒരു പീക്ക് ടൈമിലെത്തുമ്പോൾ കൂടുതൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് മുൻപോട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് എല്ലാവർക്കും അറിയാം, അഥവാ അറിയത്തില്ലാത്തവർക്ക് ഞാൻ പറയാം. ക്വാൻസ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, ഈ 4 സബ്ജക്ട്സ് ആണ് പൊതുവേ നമ്മളുടെ ബാങ്ക് എക്സാംസിന് ഉണ്ടാവുന്നത്. ആൻഡ് RRB എക്സാംസിനും അതുപോലെ തന്നെ RRB എക്സാംസിനും അതുപോലെ തന്നെ RB അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള എക്സാംസിന് മാത്രം കമ്പ്യൂട്ടർ വരുന്നുണ്ട്, ബാക്കി ഒന്നിനും കമ്പ്യൂട്ടർ ഇല്ല. ഓക്കെ, സോ ക്വാൻസിൽ മെയിനായിട്ടും വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും അതുപോലുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആസ്പിറൻസ്, ഞാനൊരു ആസ്പിറൻ്റ് ആണ്, അപ്പോൾ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുമുള്ള ആസ്പിറൻസ് ധാരാളം ആ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം, അതുപോലെ തന്നെ സജഷൻസ്. ചിലപ്പോൾ ചിലവരൊക്കെയും ഓരോ പ്ലാറ്റ്ഫോംസ് ചെയ്ത് നല്ലതാണ്, കോച്ചിങ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏതിൽ പോകണം എന്നറിയത്തില്ലാതെ സ്റ്റക്കായി നിൽക്കുന്നവരൊക്കെ കാണും. സോ അവർക്കൊക്കെയും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മളുടേത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അതിലാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ക്വാൻസിൽ മെയിനായിട്ടും വരുന്നത് സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഒറ്റ ഇതാണ്, പെർസെൻറ്റേജ്, ഏജസ്, ആവറേജ്, ദെൻ ആവറേജ് വരുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞു, ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ദെൻ സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്, ബോട്ട് ആൻഡ് സ്ട്രീം, time and work, then mensuration, probability, then permutation. ഇത്രയുമാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ക്വാൻസിൽ വരുന്നത്. ഇതിൽ തന്നെ എല്ലാ ടോപ്പിക്സും പഠിക്കണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ നോ ആണ്. കാരണം നമ്മൾ എപ്പോഴും ഹാർഡ് സ്റ്റഡീനേക്കാൾ സ്മാർട്ട് സ്റ്റഡി ചെയ്യാൻ വേണം എപ്പോഴും ചൂസ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ ടൈമിൽ കൂടുതൽ ഔട്ട്കം കിട്ടാവുന്ന രീതിയിൽ ഉള്ള പ്രിപ്പറേഷൻ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഏറ്റവും കൂടുതലായിട്ട് ക്വാൻസ്, ഞാനിപ്പോൾ പറയുന്ന ഒരു പ്രിലിംസ് ലെവലാണ്, മെയിൻസിന് അത്യാവശ്യം വരുന്ന ടോപ്പിക്സ് ഈ കൂടെ പറയുന്നുണ്ട്.
അതല്ലാണ്ട് ഓരോ ഏരിയാസ് ക്വാൻസർ റീസണിങ് അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഒരു നട്ഷലായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. സോ ഇത്രയും ഏരിയാസ് ഇപ്പോൾ ഞാൻ എഴുതിയൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ബാങ്ക് എക്സാംസിൻ്റെ ടോപ്പിക്സ് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ സിലബസ് ആണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ആണ്. സോ ബാങ്ക് എക്സാംസിന് മെയിനായിട്ടും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പീഡാണ്. സ്പീഡ് പ്ലസ് ആക്യുറസിയാണ് നമുക്ക് വിജയം തരുന്നത്. സോ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആക്യുറേറ്റ് ആയിട്ട് ആൻസേഴ്സ് മാർക്ക് ചെയ്യാനും, ആൻസേഴ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആവാനും മാർക്സ് കിട്ടാനും ഒക്കെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. സോ ഏറ്റവും കൂടുതൽ വേണ്ടത് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ സിംപ്ലിഫിക്കേഷൻ പോലുള്ള ക്വസ്റ്റ്യൻസ് ഫാസ്റ്റായിട്ട് ചെയ്യാൻ, അതായത് കാൽക്കുലേഷൻ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് സിംപ്ലിഫിക്കേഷൻ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ദെൻ അപ്രോക്സിമേഷൻ. അതുപോലെ തന്നെ ബാങ്ക് എക്സാംസിന് ഏറ്റവും കൂടുതൽ എക്സാം റെലവൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനും പെർസെൻറ്റേജുമാണ്. ഈ രണ്ട് ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിലും SICA ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ആ ഒരു രീതിയിൽ കൊണ്ടുവന്ന് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും, പെൻ ആൻഡ് പേപ്പറിൻ്റെ യൂസ് കുറച്ചിട്ട്. സോ അതുകൊണ്ട് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനും അതുപോലെ തന്നെ പെർസെൻറ്റേജ്, ആവറേജ്, ഈ ഒരു ടോപ്പിക്സൊക്കെ ഏറ്റവും നല്ല ബേസിക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. സോ അപ്പോൾ നിങ്ങളൊരു ബേസിക് ജസ്റ്റ് ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു എന്താണ് ഇപ്പോൾ ജാനുവരി മുതൽ ടൈമുണ്ട്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെയുള്ള ടൈം, മാക്സിമം ഈ ഒരു ജൂൺ വരെയുള്ള ടൈം കൊണ്ട് നിങ്ങളുടെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 50 to 60% പോർഷൻസ് തീർന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസിലോട്ട് കിടക്കാം. അതല്ലാതെ ആദ്യമേ ഇപ്പോഴേ മോക്സ് ഒന്നും പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏരിയ ഏതാണ് വീക്ക്, ആ വീക്കർ ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ ശ്രമിക്കുക. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ബേസിക്സ് നല്ല തറവായിട്ട് പഠിക്കുക. ഇപ്പോൾ പ്രിലിംസ് ഒന്നും പാസ്സാവുന്നില്ല, എത്ര ചെയ്തിട്ടും പ്രിലിംസ് ഒന്നും ക്ലിയർ ആവുന്നില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഏത് ഏരിയ ആണോ നിങ്ങളുടെ വീക്ക്, ആ വീക്ക്നെസ്സിനെ നിങ്ങൾ സ്ട്രോങ് ഏരിയ ആക്കി മാറ്റുക. ആ സ്ട്രോങ് ഏരിയ ആയിട്ട് എങ്ങനെയാണ് മാറ്റുന്നത്, അത് റെഗുലർ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ് നമ്മളുടെ വീക്ക്നെസ്സിനെ സ്ട്രോങ് ആയിട്ട് മാറ്റുന്നത്. സോ എന്ത് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ എക്സാം ഒന്നും ഇല്ലല്ലോ, എക്സാം സൈക്കിൾ പിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ, അപ്പോൾ അതുവരെയും നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവിടെ അടുത്ത ഒരു എക്സ്ട്രാ ഇയറും കൂടെ നമ്മുടെ വേസ്റ്റ് ആയി പോവുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ടൈം എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ പറയുന്ന റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ഈ വക ഏരിയാസൊക്കെ നല്ല തറവായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മനസ്സിലങ്ങ് പതിപ്പിക്കുക. അതിനുശേഷം വേണം ബാക്കിയായിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉള്ള സമയത്തിൽ ഒരു 2 to 3 ഡേയ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ 3 to 4 ഡേയ്സ് എടുത്താണെങ്കിൽ പോലും ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒത്തിരി റഷ് ഇല്ലാണ്ട് വളരെ സാവധാനം പഠിക്കുന്ന കാര്യങ്ങൾ തറവാക്കി പോകാനുള്ള സമയം ഇപ്പോൾ ധാരാളമുണ്ട്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ദെൻ കമ്മിങ് ടു റീസണിങ്ങിൽ വരുന്നത് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ദെൻ സിലോജിസം, ബ്ലഡ് റിലേഷൻ, ദെൻ കോഡഡ് ഒക്കെ വരുന്നത് മെയിൻസ് ലെവലിലാണ്. കോഡഡ് ബ്ലഡ് റിലേഷൻ, കോഡഡ് സിലോജിസം, അങ്ങനെയുള്ള കോഡഡ് ഫോമിലൊക്കെ വരുന്നത് മെയിൻസിനാണ്. ഇവിടെ വരുന്നത് ചൈനീസ് കോഡിംഗ് ആയിരിക്കും പ്രിലിംസ് ലെവലിൽ വരുന്നത്. ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന മെയിനായിട്ടും പ്രിലിംസ് ലെവലിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിന് അഡ്വാൻസ് ലെവലായിട്ടുള്ള നമുക്ക് കമ്മിങ് വീഡിയോസിലൊക്കെ ചെയ്യാം. പസിൽസ്, സീറ്റിംഗ്, സിലോജിസം, ബ്ലഡ് റിലേഷൻ, ദെൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് റീസണിങ്ങിന് മെയിനായിട്ടും വരുന്നത്. ദെൻ ക്രിട്ടിക്കൽ റീസണിങ്ങും വരുന്നത് മെയിൻസിനാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്സ് ഫെച്ച് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്സ് ഫെച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളെ റീസണിങ് ആണ്. ആ റീസണിങ്ങിൽ തന്നെ പസിൽസ് ആയിരിക്കും ഒരു എക്സാമിൽ ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് വരുന്ന പസിൽസ് ആൻഡ് സീറ്റിങ്ങിൽ നിന്നായിരിക്കും. സോ ഒരു പ്രിലിംസ് ലെവലിലുള്ള ഒരു പസിൽ 1.5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെയും ഒത്തിരി ട്രിക്കി അല്ലാത്ത പസിൽസും സീറ്റിങ്ങും ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. അത് അത്രമേൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ പസിൽസ് ആൻഡ് സീറ്റിംഗ് അത് പലതരമുണ്ട്. സർക്കുലർ സീറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്,
സ്ക്വയർ സീറ്റിംഗ് ഉണ്ട്. പസിൽസ് ആണെങ്കിൽ തന്നെ ഡെസിഗ്നേഷൻ വൈസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ കളർ വൈസ് ഉണ്ട്. അങ്ങനെ അങ്ങനെ പലതരം പസിൽസും സീറ്റിങ്ങും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകും. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ഒരു മെമ്മറി ബേസ്ഡ് പേപ്പർ ചെയ്ത് നോക്കുക. ഇപ്പോൾ ധാരാളം ആപ്പുകളിൽ നമ്മൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതിലിങ്ങനെ നോക്കുക. അതിൽ നോക്കിയിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ആ ഒരു വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ആ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മളുടെ എക്സാംസ് പാറ്റേൺ സെയിം ആണ്. എക്സാമിന് വരുന്ന പാറ്റേൺ സെയിം ആയിരിക്കും. നമുക്ക് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും ഓരോ വർഷത്തിൽ നിന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും ഈ വർഷവും വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സാം പാറ്റേണുമായിട്ടൊന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷൻ ജേർണിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്താണ് സിലോജിസം ആണെങ്കിൽ നല്ല പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പം അത് ഡീകോഡ് ചെയ്ത് ആൻസറൊക്കെ ചെയ്യാൻ പറ്റും. ബ്ലഡ് റിലേഷൻ ഒട്ടുമിക്ക ആൾക്കാരും ട്രിക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. മിക്ക ആൾക്കാർക്കും ടൈം ആദ്യമൊക്കെ എക്സാമിന് ബ്ലഡ് റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ടൈം ലോസ് ആവാനും ഈ ഒരു ബ്ലഡ് റിലേഷൻ കാരണം പോകുന്നതാണ്. സോ അതുകൊണ്ട് ബ്ലഡ് റിലേഷനൊക്കെ നല്ല തറവായിട്ട് മനസ്സിലാക്കണം. ദെൻ ചൈനീസ് കോഡിങ്ങും നമ്മൾ ആ ഒരു സിലബസിലോട്ട് എത്തിക്കഴിയുമ്പോൾ ആ ഒരു ഓരോന്നായിട്ട് ഓരോ വീഡിയോ ക്ലാസ്സസ് കണ്ട് നിങ്ങൾക്ക് അതിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കും. ക്രിട്ടിക്കൽ റീസണിങ് ഇപ്പോൾ നോക്കണ്ട, അത് കുറച്ചും കൂടി ഒന്ന് ആയി കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ദെൻ ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ RC, പാരാജമ്പിൾ, എറർ ഡിറ്റക്ഷൻ, ദെൻ വരുന്ന എന്താണ് ഫ്രേസ് റീപ്ലേസ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇംഗ്ലീഷിൽ വരുന്നത്. ഇംഗ്ലീഷ് മെയിനായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് റീഡിങ് മാത്രമാണ്. റീഡിങ് പ്ലസ് പ്രാക്ടീസ് ആണ് ഇംഗ്ലീഷിനെ ഒരാളെ പെർഫെക്റ്റ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 120 റൂൾസ് ഓഫ് ഗ്രാമർ വേണമെങ്കിൽ റെഫർ ചെയ്യാം. അതല്ലാതെ വേറെ ടീച്ചേഴ്സിൻ്റെ വീഡിയോസ് കാണാം. പക്ഷേ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നൊരു കാര്യം റീഡിങ് പ്ലസ് പ്രാക്ടീസ് ആണ്. നിങ്ങൾക്ക് ഡെയിലി അതുപോലെ തന്നെ RC പ്രാക്ടീസ് ചെയ്യാം, പാരാജമ്പിൾസ് പ്രാക്ടീസ് ചെയ്യാം. ഈ ക്വാൻസിനും റീസണിങ്ങിനും കൊടുക്കുന്ന അതേ പ്രാധാന്യം ഇംഗ്ലീഷിനും കൊടുക്കണം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്സ് തരുന്നതും ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്സ് കളയുന്നതും ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷിൽ നെഗറ്റീവ്സ് വരുത്താനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ബാക്കിയുള്ള ഓവറോൾ മാർക്സ് നമ്മൾക്ക് അതുപോലെ തന്നെ നഷ്ടമാവും. സോ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കക്കാരാണെങ്കിൽ സാധാ ഷോർട്ട് സ്റ്റോറീസിൽ നിന്ന് തുടങ്ങിയിട്ട് ദെൻ ഗ്രാജുവലി എഡിറ്റോറിയൽസിലോട്ട് വരുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി എഡിറ്റോറിയൽസ് വായിക്കുക, അതിൻ്റെ വൊക്കാബ് മനസ്സിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ദെൻ ജനറൽ അവയർനെസ് പ്രിലിംസിനല്ല മെയിൻസിനാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ടി വരുന്നത് മെയിൻസിനാണ്. ബട്ട് പ്രിലിംസിൻ്റെ കൂടെ തന്നെ ജനറൽ അവയർനെസ്സും പഠിച്ചു പോകുന്നത് ആ ഒരു ടൈമിനുണ്ടാകുന്ന റഷ് ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോഴത്തെ ജനറൽ അവയർനെസ് ഒക്കെ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമെന്ന് പറയാൻ പറ്റില്ല. ലാസ്റ്റ് എഴുതിയ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ലാസ്റ്റ് എക്സാംസിലൊക്കെ ജനറൽ അവയർനെസ് വന്നിരുന്നത് വളരെ സിമ്പിൾ 1 ലൈൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ അത് നല്ല രീതിയിൽ റിവൈസ് ചെയ്യുകയും അതുപോലെ തന്നെ പഠിക്കുന്നത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജനറൽ അവയർനെസ് വെച്ച് നമ്മൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ വരുന്നത് കറണ്ട് അഫയേഴ്സ് വരും. അതുപോലെ തന്നെ സ്റ്റാറ്റിക് ബാങ്കിങ് അവയർനെസ് വരും. ദെൻ ബാങ്കിങ് അവയർനെസ് വരും. ഓക്കെ, ഈ സ്റ്റാറ്റിക് പാർട്സ് ഒക്കെ വരുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള അതിൽ നിന്ന് വരുന്ന സ്റ്റാറ്റിക് പാർട്സ് ആയിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. അതൊക്കെ ആ ഒരു പ്രാക്ടീസിലൂടെയാണ് നിങ്ങൾക്ക് മുൻപോട്ടെത്തുന്നത്. അതിപ്പോഴേ സ്റ്റാർട്ട് ചെയ്യേണ്ട. ഒരു 3 to 4 months കഴിഞ്ഞിട്ട് ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്താൽ മതിയാകും. ഇപ്പോൾ കൂടുതലും ഫോക്കസ് ക്വാൻസും റീസണിങ്ങും ഇംഗ്ലീഷിൻ്റെയും സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കണം കൂടുതൽ ഫോക്കസ് വേണ്ടത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാങ്ക് എക്സാംസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ മെയിൽ ID ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ആസ്പിറൻസ് സിമിലർ ആയിട്ടുള്ള കുട്ടികൾ നമ്മൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് റെക്ടിഫൈ ചെയ്ത് തരുന്നതുമായിരിക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിലും അടുത്ത എന്ത് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. ബാക്കി ഫ്രീ സോഴ്സസ് ഞാൻ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളതും ഞാൻ എല്ലാ ഫ്രീ സോഴ്സസ് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളത് എന്നെ മുൻപ് ഫോളോ ചെയ്യുന്നവർക്കറിയാം. സോ അപ്പോൾ ഞാൻ ഏതൊക്കെ ഫ്രീ സോഴ്സസ് ആണ് യൂസ് ചെയ്ത് എല്ലാ പ്രിലിംസും ലാസ്റ്റ് ഇയറിലെ എല്ലാ പ്രിലിംസും ക്രാക്ക് ചെയ്തതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. സോ അതുവരേക്കും താങ്ക് യു.